ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയെപ്പറ്റി വലിയ ഉൾക്കാഴ്ച നൽകുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിച്ചത്. അടുത്ത 5 ഞായറാഴ്ചകൾ നമ്മൾ പരിശുദ്ധ കുർബാനയെപ്പറ്റിയാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതിന് അപ്പം വർദ്ധിപ്പിക്കുന്ന സുവിശേഷ ഭാഗത്തിലൂടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച യേശു ഒരു വിജന സ്ഥലത്ത് ശിഷ്യന്മാർക്ക് വിശ്രമം കിട്ടാനായി ചെന്നുവെന്നും, എന്നാൽ അവിടെയും വലിയ ജനക്കൂട്ടം തിങ്ങിക്കൂടിയെന്നും, ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ കാണപ്പെട്ട അവരെ അവൻ പഠിപ്പിക്കാൻ തുടങ്ങിയെന്നുമാണ് കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കേണ്ടത്. അന്ന് സായാഹ്നമായപ്പോൾ ക്ഷീണിതരായ മനുഷ്യരോട് യേശുവിന് അനുകമ്പ തോന്നി. 5 അപ്പം 5000 പേർക്കായി വിളമ്പുന്നു. ഇവിടെ യേശു വെറുതെ ഒരു അത്ഭുതം കാണിക്കുകയായിരുന്നില്ല. യഥാർത്ഥ ഇടയൻ എങ്ങനെയാണ് മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നതെന്നും എങ്ങനെയാണ് തീറ്റിപ്പോറ്റുന്നതെന്നും വെളിപ്പെടുത്തുകയാണ്. ഈ അപ്പം വർദ്ധിപ്പിക്കൽ പരിശുദ്ധ കുർബാനയുടെ മുൻരൂപമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ സുവിശേഷം ദിവ്യബലിയുടെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും ആഴത്തിലുള്ള പ്രതിഫലനങ്ങളിലൊന്നാണ്. സുവിശേഷത്തിൽ ആദ്യം നമ്മൾ ശ്രവിക്കുന്നത് യേശു ഒരു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു എന്നാണ്. ഒന്നാമതായി യേശു ഒരു മലയിലേക്ക് കയറി. ബൈബിളിൽ മനുഷ്യരും ദൈവവും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ പ്രതീകമാണ് പർവ്വതങ്ങൾ. രക്ഷാകര ചരിത്രത്തിലെ പ്രധാന ഉടമ്പടികൾ പോലും നടക്കുന്നത് പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഏദൻ തോട്ടവും ഒരു പർവ്വതമാണ്. അവിടെ നിന്ന് നദികൾ ഒഴുകുന്നു. അവിടെ ആദവുമായി ദൈവം ഉടമ്പടി ചെയ്തു. രണ്ടാമതായി ആരറാത്ത് പർവ്വതത്തിൽ നോഹയുമായുള്ള ഉടമ്പടി, മോറിയ മലയിൽ അബ്രഹാവുമായി, സീനായ് മലയിൽ മോശയുമായി, സിയോൻ പർവ്വതത്തിൽ ദാവീദുമായും, കാൽവരി മലയിൽ എല്ലാ ഉടമ്പടികളെയും പൂർത്തിയാക്കിക്കൊണ്ട് ക്രിസ്തുവും. അതുകൊണ്ട് ദൈവമനുഷ്യ സംഗമവേദിയാണ് പർവ്വതങ്ങൾ. നമ്മൾ മലമുകളിലേക്ക് കയറുന്നു, ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നു, അവിടെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് ദൈവവും മനുഷ്യനും ഒന്നാകുന്ന യഥാർത്ഥ സംഗമവേദിയാണ് പരിശുദ്ധ കുർബാനയർപ്പണം. അതിനാൽ ദിവ്യബലി ഒരു മലമുകൾ അനുഭവമാണ്. രണ്ടാമതായി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു എന്നാണ്. ഇരിക്കുക എന്നത് പ്രാചീന ലോകത്ത് അധ്യാപകന്റെ മനോഭാവമായിരുന്നു. ഗുരു പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇരിക്കും, ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പാദാന്തികത്തിലും. പുരാതന ദേവാലയങ്ങളിൽ മെത്രാന് ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു, കത്തീഡ്ര എന്നറിയപ്പെടുന്നു. അവിടെ ഇരുന്നാണ് ദൈവജനത്തെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. മലമുകൾ അനുഭവമായ പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം എന്താണെന്ന് ചിന്തിക്കുക. വചനവായനയാണ്. നമ്മൾ അവൻ്റെ നാമത്തിൽ അവന് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. വചനവ്യാഖ്യാനം ശ്രവിക്കുന്നു. വചനവ്യാഖ്യാനം ഒരിക്കലും പുരോഹിതന്റെ സ്വകാര്യമായ ആശയങ്ങളുടെ പങ്കുവയ്ക്കലല്ല. ദൈവത്തെയും ദൈവസ്നേഹത്തെയും വെളിപ്പെടുത്തുന്നതും വചനത്തിൻ്റെ പ്രായോഗികതയുടെ തുടർച്ചയുമാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ ആ ഭാഗത്താണ്. അതിനുശേഷം യോഹന്നാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നുവെന്ന്. പെസഹ കുഞ്ഞാടിന് ബലിയർപ്പിക്കുന്ന തിരുനാൾ. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. അത് അത്ര സുഖം പകരുന്ന ഒരു ചിത്രമല്ല. പെസഹായ്ക്ക് കൊല്ലപ്പെടേണ്ട കുഞ്ഞാട് എന്നാണ് അർത്ഥം. പരിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ പെസഹ ബലിയുടെ, കാൽവരി ബലിയുടെ ആവർത്തനമാണത്. എല്ലാ ദിവ്യബലിയിലും പെസഹ അടുത്തിരിക്കുന്നു. നാം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഈ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു. യേശു തന്നെ ലോകരക്ഷയ്ക്കായി തൻ്റെ ശരീരവും രക്തവും അർപ്പിക്കുന്നു. ഇനി വീണ്ടും യോഹന്നാൻ്റെ വിവരണം ശ്രദ്ധിക്കുക. വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ട് യേശു പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? പീലിപ്പോസ് അപ്പോൾ മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, മനുഷ്യവിഭവശേഷി ഉപയോഗിച്ച് ഒരാവശ്യം നിറവേറ്റുവാനുള്ള അസാധ്യതയാണ് പീലിപ്പോസിൻ്റെ പ്രസ്താവനയിലൂടെ വെളിപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള സ്വന്തം കഴിവിലും സ്വയം പര്യാപ്തതയിലും മാത്രം വിശ്വസിക്കാനുള്ള തൻ്റെ പ്രലോഭനം പീലിപ്പോസ് വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ തങ്ങളുടെ കഴിവില്ലായ്മ തിരിച്ചറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കർത്താവിൻ്റെ ശക്തിയെ ആശ്രയിക്കാൻ കഴിയും. പീലിപ്പോസിനെ പോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ആവശ്യങ്ങളാൽ നമ്മളും പലപ്പോഴും സംഭ്രമിക്കപ്പെട്ടേക്കാം.
ആ നിമിഷങ്ങളിൽ എൻ്റെ ചെറിയ പ്രവർത്തനം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകാനാണ് എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രലോഭനങ്ങളിലൊന്ന് എന്നത് നാം ഓർത്തിരിക്കണം. മദർ തെരേസ പറഞ്ഞത് ഓർക്കുക, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. സ്നേഹത്തോടെ ചെയ്യുന്നതൊന്നും ഒരിക്കലും ചെറുതല്ല എന്നതാണ് സത്യം. കാരണം ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്നത് ദൈവവുമായി ചെയ്യുന്നു എന്നാണ് അർത്ഥം. ദൈവം ഒരിക്കലും ചെറുതല്ലല്ലോ. അതിനുദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന അന്ത്രയോസ് അപ്പോസ്തലൻ. 5 ബാർലിയപ്പവും 2 മത്സ്യവുമുള്ള ഒരു കുട്ടിയെ അവൻ കൊണ്ടുവരുന്നു. ശിഷ്യന്മാരുടെ ഈ തുച്ഛവും അപര്യാപ്തവുമായ കാഴ്ച യേശു സ്വീകരിക്കുകയും അതിനെ സമൃദ്ധവും പുതിയതുമായ യാഥാർത്ഥ്യവുമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതായത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അനന്തമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. മറുചോദ്യവുമുണ്ട്. മനുഷ്യന്റെ സഹകരണമില്ലാതെ ദൈവത്തിന് തൻ്റെ ജനത്തെ പോറ്റാൻ കഴിയില്ലേ എന്നാണ്. തീർച്ചയായും അവന് കഴിയും. എന്നാൽ നമ്മുടെ സഹകരണം നൽകുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ദിവ്യബലിയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നിമിഷം ഏറെ പ്രാധാന്യമുള്ള നിമിഷമാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഇരിക്കുന്നു. ഗായക സംഘം ഉചിതമായ കാഴ്ചവയ്പ് ഗാനം ആലപിക്കുന്നു. ദൈവജനം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ബലിവേദിയിലേക്ക് കൊണ്ടുവരുന്നു. അതേസമയം നിർദ്ദേശിക്കപ്പെട്ടവർ കാണിക്ക സ്വീകരിക്കുന്നു. സത്യത്തിൽ ദൈവജനം മുഴുവൻ കാഴ്ചയർപ്പണം നടത്തുന്നതാണ് ഉചിതം. എന്നാൽ പ്രായോഗികമായ ചില സൗകര്യത്തിന് ചില ഗ്രൂപ്പുകൾക്കായിട്ടോ സംഘടനകൾക്കായിട്ടോ മാത്രം കാഴ്ചവയ്പ് നൽകുന്നു. അതൊരിക്കലും സംഘടനകളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമോ ഇത്രയും ആൾക്കാർ കാഴ്ചവെച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നിർബന്ധം മൂലം ചെയ്യാനുള്ളതോ അല്ല എന്ന് ഓർമ്മിക്കണം. സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിക്കുന്നതായിരിക്കണം അത്. അതുകൊണ്ട് കാഴ്ചവയ്പ് സമയം ദിവ്യബലിക്കിടയിലെ ഒരു ഇടവേളയല്ല, അത് കുർബാനയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കേണ്ട നിമിഷമാണ്. അപ്പത്തെയും വീഞ്ഞിനെയും ആശീർവദിച്ച് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കേണ്ട പരിപാവന നിമിഷമാണത്. അമേരിക്കൻ ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജെ ഷീൻ കൗമാരക്കാരോട് സംസാരിക്കവേ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിയായിട്ടുള്ളതൊന്നും ആ ബലിയിൽ കൊണ്ടുവന്നില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരെ ഓർമ്മിപ്പിച്ചത് നമുക്കും ഓർക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഇവിടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ എന്നതിന് ഗ്രീക്കിൽ യൂക്കരിസ്തേൻ എന്നാണ്. യൂക്കരിസ്റ്റിക് പ്രയർ, സ്തോത്രയാഗ പ്രാർത്ഥന. ദിവ്യബലിയിലെ സ്തോത്രയാഗ പ്രാർത്ഥനയാണ് എല്ലാ ആകുലതകൾക്കുമുള്ള ഉത്തരം എന്നാണ്. ഇനി സുവിശേഷത്തിലെ 5 അപ്പം എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 5 എന്നത് യഹൂദനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സംഖ്യയാണ്. ആദ്യ ബെന്തക്കുസ്തയിൽ സീനായി മലയിൽ വെച്ച് മോശ വഴി ദൈവം 5 നിയമഗ്രന്ഥങ്ങളും, അതായത് തോറയും അതോടൊപ്പം 10 കൽപ്പനകളും ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകി. എല്ലാ വർഷവും അവർ അത് തിരുനാൾ ആഘോഷിച്ച് അനുസ്മരിച്ചിരുന്നു. മാത്രമല്ല 5 എന്ന സംഖ്യ ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും സംഖ്യയായിട്ടാണ് യഹൂദ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്നതും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ജെറൂസലേമിൽ തിരുനാളിന് യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ബേത്സദ കുളക്കരയിൽ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും അടയാളമായിട്ടാണ് വായിച്ചെടുക്കേണ്ടത്. അതിനു സമാനമായി 5 അപ്പം എന്നത് ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും പൂർണ്ണതയാണ്. അതായത് പരിശുദ്ധ ദിവ്യകാരുണ്യം എല്ലാ നിയമത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും പൂർണ്ണതയുടെ സമ്മാനമാണ് എന്ന്. അതായത് ക്രിസ്തു തന്നെയാണ് അത്. ക്രിസ്തു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ജനത്തിന് വിളമ്പി. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി. ഈ ചരിത്ര സംഭവത്തിൽ യേശു അവർക്ക് അക്ഷരാർത്ഥത്തിൽ ഭക്ഷണം നൽകി. എന്നാൽ അത് ആത്മീയ അർത്ഥത്തിൽ വായിക്കേണ്ടതുണ്ട്. അതായത് ജീവന്റെ അപ്പത്തിനായി നാം എല്ലാവരും വിശക്കുന്നു. നാം എല്ലാവരും നിത്യജീവന് വേണ്ടി വിശക്കുന്നു. ഈ ലോകത്തിലെ ഒന്നിനും നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധമായ ഈ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവാണ്. ഓരോ കുർബാനയിലും നാം സമർപ്പിക്കുന്ന ചെറിയ ഗോതമ്പപ്പം നമ്മുടെ വിശപ്പടക്കുന്നതിന് തികയുന്നതല്ല. എന്നാൽ
സത്താമാറ്റം സംഭവിച്ച് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അത് സാധ്യമാക്കുന്നു. സുവിശേഷം പറയുന്നു, അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന്. എന്നിട്ട് ബാക്കി വന്നവ 12 കൂട്ടം നിറയെ ശേഖരിച്ചു. 12 സൂചിപ്പിക്കുന്നത് പൂർണ്ണതയെയും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പുനഃസ്ഥാപനത്തിൻ്റെയും പ്രതീകമായിട്ട് മനസ്സിലാക്കണം. കുർബാനയ്ക്ക് ശേഷം നോക്കുക, നമ്മൾ ബാക്കി വരുന്നവ ഭക്തിയോടെ സക്കാരിയിൽ ആരാധനയ്ക്കും രോഗികൾക്ക് നൽകുന്നതിനുമായി വയ്ക്കുന്നു. അതെ, പരിപൂർണതയുടെ അടയാളമായ പരിശുദ്ധ കുർബാനയിലൂടെ യേശു പുതിയ ഇസ്രായേലിനെ, ലോകത്തെ മുഴുവനായി പുതിയ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു. അതാണ് 3-ാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പറയുന്നത്, ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ എന്നും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ഈ അത്ഭുതം പരിശുദ്ധ കുർബാനയാണ്. എല്ലാ അനുഭവങ്ങളെയും അതിലംഘിക്കുന്ന ഈ മലമുകൾ അനുഭവം, യേശുവിൻ്റെ വാക്കുകൾ നാം കേൾക്കുന്ന ഈ പുണ്യമല, നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് ഭക്ഷണം നൽകുന്ന ഈ വിശുദ്ധ പർവ്വതത്തിലെ അത്ഭുതത്തിൽ പങ്കാളികളാകാതിരിക്കുകയോ കണ്ടിട്ടും കാണാതിരിക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യരുത്. പരിശുദ്ധ കുർബാനയുടെ ആഴം മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.